ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇതെന്താ ഈ കുപ്പിയിലെന്നല്ലേ? ഇത് എരിക്കിൻ്റെ എണ്ണയാട്ടോ. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, കുറേ മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. ഈ എരിക്കെണ്ണ പേശി വേദനയ്ക്ക് അതുപോലെ തന്നെ സന്ധിവേദനയ്ക്കൊക്കെ വളരെ നല്ലൊരു എണ്ണയാണ്. അപ്പോൾ ഇന്ന് ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എരിക്കിൻ്റെ ഇല അന്വേഷിച്ച് പോവാട്ടോ. ഇപ്പോൾ കടുത്ത വേനലല്ലേ, അതുകൊണ്ട് ഇതാ ഒരു ചെടി നിൽപ്പുണ്ട് എരിക്കിൻ്റെ പറമ്പിൽ. അപ്പോൾ ഇത്രയേ ഇലയേ ഉള്ളൂ. അപ്പോൾ ഉള്ള ഇല കൊണ്ടിപ്പോൾ ഞാൻ പൊട്ടിച്ച് എങ്ങനെയാണ് എരിക്കെണ്ണ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. എരിക്കിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് മുട്ടുവേദനയ്ക്ക് എരിക്കിൻ്റെ ഇലയൊക്കെ ചൂടാക്കി മുട്ടിൽ വെച്ചാൽ മതി. അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഇലയാണ് ഈ എരിക്കിൻ്റെ ഇല. അപ്പോൾ ഇത്രയും ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇല വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെള്ളം തൊടാതെ ഈ ഇലയെല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ മിക്സിയിൽ അരയ്ക്കാൻ വെള്ളം തൊടാതെ അരച്ചാൽ ഇത്രയും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മിക്കല്ല് കഴുകി ഒരു തുണി കൊണ്ട് വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞിട്ട് അമ്മിക്കല്ലിൽ വെച്ചാണ് അരയ്ക്കുന്നത്. അപ്പോൾ ശരിക്കും അരഞ്ഞും കിട്ടും, വെള്ളത്തിൻ്റെ അംശം വരുകയില്ല. അങ്ങനെ ഈ എരിക്കിൻ്റെ ഇല ഇതുപോലെ അരച്ചിട്ട് വേണം നമ്മൾ എണ്ണ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പലർക്കും അറിയില്ല എരിക്കിൻ്റെ ഉപയോഗങ്ങൾ. എരിക്ക് കണ്ടാലും അറിയാത്തവരുണ്ട്. അപ്പോൾ 2 തരം എരിക്കുണ്ട്. ഒരു തരം എരിക്കിൻ്റെ പൂ വെളുത്തതായിരിക്കും, പിന്നെ വേറൊരു തരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു നീലപ്പുള്ള പൂവായിരിക്കും. അപ്പോൾ രണ്ടും ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മളിതപ്പോൾ എരിക്കിൻ്റെ ഇത് അരച്ചെടുത്തു. ഇനി എള്ളെണ്ണയാണ് നമ്മളിത് കാച്ചാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ എന്തുമാത്രം എണ്ണ എടുക്കുന്നുണ്ടോ അത്രയും തന്നെ നമ്മൾ വെള്ളവും ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് 50 മില്ലിയുടെ ഒരു പാത്രമാണ്. 50 മില്ലിയുടെ ഒരു പാത്രം മുഴുവൻ ഒഴിച്ചു. പിന്നെ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 60-65 മില്ലിയോളം എണ്ണ എടുത്തിട്ടുണ്ട്. എള്ളെണ്ണ തന്നെ എടുക്കണം, അത്രയും തന്നെ വെള്ളവും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആ എരിക്കിൻ്റെ ഇല അരച്ചത് ഇതിലേക്ക് ചേർത്ത് ശരിക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് എല്ലാം അടുപ്പിൽ വെക്കാതെ തന്നെ ചെയ്യണം, തീ കത്തിക്കാതെ തന്നെ ചെയ്യണം. നന്നായിട്ട് ഈ വെള്ളവും എണ്ണയും അതുപോലെ തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഇലയും ശരിക്ക് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സന്ധിവേദനയ്ക്കൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറ്റം വരും. ഇപ്പം നമ്മൾ ആ മിശ്രിതം അടുപ്പത്ത് വെച്ചിരിക്കുന്ന ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് തീ കത്തിച്ച് ആ ഒഴിച്ച വെള്ളം വറ്റണം. അപ്പോൾ നമ്മുടെ എണ്ണ പാകമായി എന്നർത്ഥം. അപ്പോൾ ഒഴിച്ച വെള്ളം വറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ എണ്ണ ഇങ്ങനെ ഇതുപോലെ തിളച്ച് പൊട്ടും വെള്ളം. അപ്പോൾ വെള്ളം എല്ലാം ഇതുപോലെ തിളച്ച് പൊട്ടിത്തീരുന്നതാണ് അതിൻ്റെ പാകം. നമ്മൾ വെള്ളമുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കിടന്ന് പൊട്ടില്ലേ, അതുപോലെ തന്നെ ഇതിലുള്ള നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ അതുപോലെ പൊട്ടി തിളച്ച് തീരുമ്പോൾ നമ്മുടെ എണ്ണ പാകമായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീ കുറച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് എണ്ണ കാച്ചാം നമുക്ക്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ ഇവിടെ കാച്ചി വച്ചിരുന്നതാണ് ആദ്യം നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെയുള്ള എണ്ണയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായക്കാർക്കും പേശിവേദനയോ അല്ലെങ്കിൽ സന്ധിവേദനയോ ഒക്കെ വരുമ്പോൾ ഇത് അവിടെ ഒന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആശ്വാസം കിട്ടും. അപ്പോൾ മിക്കവാറും വേദനകൾക്കൊക്കെ ഉള്ള സംഹാരി നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ തന്നെയുണ്ട്. നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ അല്പം ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഉണ്ടാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ എണ്ണ പാകമായിട്ടുണ്ട്. എല്ലാ വെള്ളവും പൊട്ടിക്കഴിഞ്ഞു തീർന്നു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് തണുത്ത് കഴിഞ്ഞിട്ട് അരിച്ച് ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ എരിക്കിൻ്റെ എണ്ണയുടെ പിന്നെ ഉണ്ടാക്കുന്ന ജോലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിപ്പോൾ അരിച്ചെടുക്കുകയാണ്. അരിച്ചില്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല. കക്കൻ അതിൻ്റെ അടിയിൽ കിടന്നാലും കുപ്പിയുടെ അടിയിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപ്പോൾ പെട്ടെന്ന് പുരട്ടുമ്പോൾ ദേഹത്തൊക്കെ പൊടി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ഔഷധക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഓടി ഡോക്ടറുടെ അടുത്ത് പോവാതെയും ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കാതെയും നമുക്ക് കഴിച്ചു കൂട്ടാം.
അപ്പോൾ അതോ ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് ഔഷധ സസ്യങ്ങൾ നമ്മുടെ മുറ്റത്തും പറമ്പിലും വേലിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ഇതുപോലെ ഇടയ്ക്ക് എണ്ണയൊക്കെ കാച്ചി വെക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയല്ല എടുക്കേണ്ടത്, എള്ളെണ്ണയാണ്. ഇനി ഇത് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും പുരട്ടേണ്ട കാര്യമുണ്ടെങ്കിൽ കുറച്ച് ഒരു പാത്രത്തിലെടുത്തിട്ട് ഒരു കോഴിത്തൂവൽ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് പുരട്ടാം. അപ്പോൾ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം. താങ്ക്